ഹലോ, ചന്ദ്രികയിൽ അലീന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ ഏതായാലും നമ്മുടെ ചന്ദ്രികയിൽ അലീന ചന്ദ്രാന്തത്തിലെ കഥ ഭയങ്കര സംഘർഷഭരിത നിമിഷങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഗൗതമിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് പിങ്കി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരിക്കലും ഗൗതമിനെ കിട്ടത്തില്ല എന്ന് മനസ്സിലാക്കിയ പിങ്കി ആ ഒരു രഹസ്യം പൊട്ടിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ലക്ഷ്മി അമ്മയോട് ആ ഒരു സത്യങ്ങൾ തുറന്നു പറയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ആ ഒരു സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ ഭൂകമ്പങ്ങളായിരിക്കും ഇന്ത്യവരത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഭയങ്കര ഒരു പൊട്ടിത്തെറിയും സംഘർഷങ്ങളൊക്കെ ആയിരുന്നു. പിങ്കി ലക്ഷ്മിയോട് പറയുന്നുണ്ട്, ഇവിടെ എല്ലാവരും ലക്ഷ്മി അമ്മയെ ചതിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അതിൽ ഗൗതമും നന്ദയും ലക്ഷ്മിയമ്മയുടെ ഭർത്താവ് മഹേശ്വരനുമാണ് ലക്ഷ്മിയമ്മയെ ചതിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അവിടെ പിങ്കി പറയുകയും, അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ലക്ഷ്മിക്ക് ഭയങ്കര ദേഷ്യം വന്നു. അങ്ങനെ ഗൗതമിനെ നന്ദയും വിളിച്ചു വരുത്തിയതിനു ശേഷം പിങ്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇതിൽ എന്താണ് സംഭവം അല്ലെങ്കിൽ എന്താണ് സത്യാവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും, പക്ഷേ ഗൗതമിന് മനസ്സിലായി പിങ്കി ചതിച്ചതാണ്. സത്യങ്ങൾ പറയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടാത്തത് കൊണ്ട് അവൾ ചതിച്ചതാണ് എന്ന് ഗൗതമിന് മനസ്സിലായി. അപ്പോൾ പിങ്കി പറഞ്ഞത്, ഇവിടെ ഗാഥ ആരാണെന്നും സുജാത ആരാണെന്നും ചോദിച്ചു നോക്കുക, അല്ലെങ്കിൽ ഗാഥയുടെയും സുജാതയുടെ ഭർത്താവ് മഹേശ്വരനാണെന്നും മഹേശ്വരിലും സുജാതയിലും പിറന്ന കുഞ്ഞാണ് ഗാഥ എന്നുള്ള സത്യം പിങ്കി അവിടെ പറയുകയും, പക്ഷെ അതൊരിക്കലും തനിക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല ഗൗതമിന്. അപ്പോൾ ഗൗതമിനെ പിടിച്ചു നിർത്തി ലക്ഷ്മി അവിടെ ചോദിക്കുകയും അവസാനം ഗൗതം സമ്മതിച്ചു കൊടുക്കുകയാണ്. പക്ഷെ അവർ പാവങ്ങളാണ്, അവരെ വെറുതെ വിട്ടേക്ക് എന്ന് ഗൗതം പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മി തയ്യാറായിരുന്നില്ല. നേരെ സുജാതയുടെ റൂമിൽ പോയതിനു ശേഷം സുജാതയോടും ഗാഥയോടും ചോദിക്കുകയും, എന്നിട്ട് ദേഷ്യപ്പെട്ടതിന് ശേഷം സുജാതയോട് ചോദിച്ചപ്പോൾ സുജാത ഒന്നും പറഞ്ഞില്ല. ഗാഥയോട് ചോദിച്ചു, ഗാഥയുടെ അച്ഛൻ മഹേശ്വരനാണെന്ന് ഗാഥ സമ്മതിക്കുകയും, എന്നാൽ ഇത് കേട്ടപ്പോൾ ലക്ഷ്മിക്ക് ദേഷ്യം വന്നിട്ട് ഗാഥയുടെ ആ ഒരു ചെപ്പാക്കുറ്റിയിൽ ആ ഒരു കർണം പുകച്ച് വലിയൊരു അടി കൊടുക്കുകയും, അപ്പോൾ ഇത് കണ്ടിട്ട് ഗാഥ ഒരുപാട് സങ്കടപ്പെട്ട് കരയുന്നുണ്ട്, ഞങ്ങളെ വെറുതെ വിടണം അല്ലെങ്കിൽ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വീണ്ടും ഗാഥ അടിക്കാൻ വേണ്ടിയിട്ട് ഓങ്ങുകയും, അവിടെ ഓടി വന്ന് സുജാത കൈ പിടിച്ച് തടയുവാണ്. അപ്പോൾ ലക്ഷ്മി നോക്കിയപ്പോൾ ആ ഒരു സമയം തന്നെ ഗൗതം ഓടി വരുന്നുണ്ട്. അപ്പോൾ ഗൗതമും ലക്ഷ്മി നോക്കിയപ്പോൾ സുജാത എണീറ്റ് നിൽക്കുന്നുണ്ട്. സുജാതയ്ക്ക് ഒരു കുഴപ്പമില്ല. ഇതും ലക്ഷ്മി പറഞ്ഞത് അവരുടെ നാടകമാണെന്നാണ്. ഈ ഒരു വീടും സ്വത്തുക്കളും എല്ലാം സ്വന്തമാക്കാൻ വേണ്ടിയിട്ട്, മഹേശ്വരനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് സുജാത കളിച്ച നാടകമാണെന്നാണ് ഈ ഒരു വൈയായിക എന്ന് ലക്ഷ്മി വരുത്തി തീർക്കുകയും, ഇതിന്റെ ദേഷ്യത്തിൽ ലക്ഷ്മി താഴോട്ട് ഇറങ്ങി പോയിട്ട് പിങ്കിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. പിങ്കിയാണ് എന്റെ കണ്ണ് തുറന്നത്, അല്ലെങ്കിൽ പിങ്കിയാണ് എനിക്ക് സത്യങ്ങളെല്ലാം മനസ്സിലാക്കി തന്നത് എന്ന് അവിടെ ലക്ഷ്മി പറയുന്നുണ്ട്. അവിടെ ഗൗതം ഒരു കാല് പിടിച്ച് പറയുന്നുണ്ട്, അമ്മ അവരൊരു തെറ്റും ചെയ്തിട്ടില്ല, അമ്മ പറയുന്നത് പോലെയല്ല, അല്ലെങ്കിൽ അമ്മ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെ കേൾക്കാനായിട്ടൊന്നും ലക്ഷ്മി തയ്യാറായിരുന്നില്ല. അവിടെ നന്ദയും പറയുന്നുണ്ട്, അമ്മ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല, ഇവിടെ കാര്യങ്ങൾ വേറെയാണ്, ഞങ്ങൾ മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആര് പറയുന്നതും കേൾക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മി തയ്യാറായിരുന്നില്ല. അങ്ങനെ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ ലക്ഷ്മി. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ഈ ഒരു സത്യം അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ലക്ഷ്മി ആത്മഹത്യക്ക് ശ്രമിക്കുമോ, ലക്ഷ്മിയുടെ ജീവിതം അപകടത്തിലോട്ട് പോകുമോ, അതോ ഇനി ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്നെല്ലാം രക്ഷിക്കാനായിട്ട് ആരെങ്കിലും വരുമോ? എന്തായാലും നന്ദയും ഗൗതമിനെ എല്ലാം കുറ്റക്കാരാക്കി പിങ്കിയെ നല്ലവളാക്കി നിർത്തിയിരിക്കുകയാണ് ലക്ഷ്മി. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ബൈ.